അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഏറെ സ്നേഹ ബഹുമാനാദരവുകൾ നിറഞ്ഞ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഹിബ്ബീങ്ങളെ, അല്ലാഹു തആല നമ്മുടെ എല്ലാ നന്മകളും ഖബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങൾ മുഴുവനും ഈ പരിശുദ്ധമായ ദിനരാത്രങ്ങളുടെ ബറക്കത്ത് കൊണ്ട് പുറത്തുമാപ്പാക്കി തരുമാറാകട്ടെ. പരിശുദ്ധമായ ഈദുൽ അദ്ഹയിലേക്ക്, ബലിപ്പെരുന്നാളിലേക്ക് നാം കടക്കുകയാണ്. ഓരോ വിശ്വാസിയുടെയും ഹൃദയത്തിൽ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ത്യാഗോജ്വലമായ ജീവിതത്തെ സ്മരിച്ചുകൊണ്ടും അനുസ്മരിച്ചുകൊണ്ടും ആ ജീവിതത്തെ അനുസരിച്ചുകൊണ്ടും പരിശുദ്ധമായ ഈദുൽ അദ്ഹ നാം ആഘോഷിക്കുകയാണ്. പെരുന്നാളിന്റെ മൊഞ്ചും പെരുന്നാളിന്റെ ചേലും അതിന്റെ സൗന്ദര്യവും അതിന്റെ ആഹ്ലാദവും ഒക്കെ നാം ഓരോരുത്തരും അനുഭവിക്കുമ്പോൾ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ കഴിഞ്ഞ പെരുന്നാളിനൊക്കെ നമ്മോടൊപ്പം ചേർന്നിരുന്ന, നമ്മോടൊപ്പം സഹകരിച്ചിരുന്ന നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവരോ നമ്മുടെ സഹോദരങ്ങളോ ബന്ധുമിത്രാദികളോ ഒക്കെ പലരും ഇന്ന് ഖബറിന്റെ ഉള്ളിലായിരിക്കും. അവർ നമ്മുടെ ദുആക്കളും നമ്മുടെ പ്രാർത്ഥനകളും ഒക്കെ പ്രതീക്ഷിച്ച് കഴിയുകയാണ്. അല്ലാഹുവിന്റെ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത് പോലെ ഒരു ഖബറാളിയായ മനുഷ്യൻ അഗാധമായ ജലാശയത്തിലേക്ക് മുങ്ങിത്താഴുന്ന ഒരു മനുഷ്യനെ പോലെയാണ്. ആ ജലാശയത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി അവന്റെ മുന്നിൽ കച്ചിത്തുരുമ്പെങ്കിലും കിട്ടിയാൽ അത് പിടിച്ച് രക്ഷപ്പെടാൻ വേണ്ടി ജലാശയത്തിൽ കഴിയുന്ന മനുഷ്യൻ ധൃതി കാണിക്കുന്നത് പോലെ, വെപ്രാളപ്പെടുന്നത് പോലെ അവന്റെ കുടുംബക്കാരിൽ നിന്നും അവന്റെ മാതാപിതാക്കളിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും ബന്ധുമിത്രാദികളിൽ നിന്നും ഒരു ഫാത്തിഹയോ അല്ലെങ്കിൽ ഒരു സൂറത്തോ ഒരു സ്വലാത്തോ ഒരു ദിക്റോ എന്തെങ്കിലും നന്മയുടെ ഹദിയകളോ ഒക്കെ പ്രതീക്ഷിച്ച് അവൻ കഴിയുകയാണ്. ഒരു ഖബറാളി കഴിയുകയാണ്. അത് ലഭിക്കുമ്പോൾ ഈ ദുനിയാവിന്റെ മുഴുവൻ വസ്തുക്കളും അവന് കിട്ടുന്നതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായി തീരുമെന്നാണ് ഹബീബായ നബി തങ്ങൾ നമ്മോട് പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ പെരുന്നാളിൽ വളരെ സന്തോഷപൂർവ്വം നാമും നമ്മുടെ കുടുംബവും ഒക്കെ ആഘോഷിക്കുമ്പോൾ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവരെ ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല. അവർക്ക് പെരുന്നാളിന്റെ സുദിനത്തിൽ നമ്മെക്കാളും വളരെ സന്തോഷവും നമുക്ക് സമ്മാനിക്കാൻ നമുക്ക് സാധ്യമാകണം. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ച പരിശുദ്ധമായ ഒരു തസ്ബീഹ്, അത് പെരുന്നാൾ ദിവസം അസ്തമാനത്തിന് മുമ്പ് 300 പ്രാവശ്യം ചൊല്ലി നമ്മളിൽ മരണപ്പെട്ടു പോയ ഖബറാളികളിലേക്ക് ഹദിയ ചെയ്തു കഴിഞ്ഞാൽ ആ ഖബറാളിക്ക് അതിന്റെ 1000 നന്മകൾ പ്രകാശമായി അവന്റെ ഖബറിലേക്ക് എത്തുകയും ഈ ചൊല്ലുന്ന മനുഷ്യൻ മരണപ്പെടുമ്പോൾ അവന്റെ ഖബറിലേക്ക് 1000 പ്രകാശമായി എത്തിച്ചേരുകയും ചെയ്യുമെന്ന് വിശുദ്ധമായ ഗ്രന്ഥങ്ങൾ നമ്മോട് പഠിപ്പിക്കുകയാണ്. വളരെ ലളിതവും നമുക്ക് ചൊല്ലാൻ കഴിയുന്നതുമായ ഒരു തസ്ബീഹാണ് 300 പ്രാവശ്യം നാം ചൊല്ലേണ്ടത്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് മാത്രമാണത് ചൊല്ലേണ്ടത്. അങ്ങനെ 300 തവണ പെരുന്നാൾ ദിവസത്തിൽ അസ്തമാനത്തിന് മുമ്പ് ചൊല്ലി നമ്മുടെ കുടുംബത്തിൽ മരണപ്പെട്ടു പോയ നമ്മുടെ ബന്ധുമിത്രാദികൾ, കുടുംബാദികൾ, നമ്മുടെ സ്നേഹിതന്മാർ, സഹോദരങ്ങൾ, സഹോദരിമാർ എല്ലാവരുടെയും ഖബറിലേക്ക് ഹദിയ ചെയ്ത് അവരെ അവരുടെ ഖബറിടവും സ്വർഗ്ഗപ്പൂന്തോപ്പാക്കാൻ, അവരുടെ ഖബറിലും സന്തോഷം ലഭിക്കാൻ ഈ അവസരം ഈ പെരുന്നാളിന്റെ സമ്മാനമായി നമുക്കും നമ്മുടെ ഖബറാളികൾക്ക് സമ്മാനിക്കാം. അല്ലാഹു നമ്മളിൽ മരണപ്പെട്ടു പോയ മുഴുവൻ പേർക്കും പരിപൂർണമായ മഗ്ഫിറത്തും മർഹമത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.